നമസ്കാരം, അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വാർത്ത ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ നേർക്കുള്ള അതിക്രമങ്ങളെ കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്കോൺ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഇസ്കോൺ. അതെന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. അത് പറഞ്ഞതിന് ശേഷം മറ്റു ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ചിറ്റാഗോങ്ങിലെ വൈഷ്ണവ ദേവാലയമായ പുണ്ടരിക് ധാമിന്റെ തലവനാണ് സ്വാമി കൃഷ്ണദാസ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ള അതിക്രമങ്ങളെ തടയുക എന്നുള്ളതാണ് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം. അത് വിവിധ ഹിന്ദു സംഘടനകളെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് ഈ ഒറ്റ സംഘടനയായിട്ട് രൂപം കൊള്ളുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാണ് ഹിന്ദുക്കൾക്കെതിരെ, ക്ഷേത്രങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയാണ് ഈ ഒരു സംഘടന നിലകൊള്ളുന്നത് ബംഗ്ലാദേശിൽ. ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഇസ്കോൺ എന്ന് പറയുന്നത് മതമൗലിക തീവ്രവാദ സംഘടനയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവിടുത്തെ സർക്കാർ ഈ സംഘടനയെ അടിച്ചമർത്താൻ വേണ്ടി കേസ് കൊടുത്തേക്കാണ്. അവിടെയുള്ള ചെറുപ്പക്കാരായ മുസ്ലിം പയ്യന്മാര് കയറി ഓരോ ഹിന്ദു ഹൈന്ദവ വിശ്വാസികളുടെ ദേവാലയങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. അവിടെ സന്യാസി മഠങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. സന്യാസിയായ പണ്ഡിതനായ ഇസ്കോണിലെ തലവനായ കൃഷ്ണദാസ് ആചാര്യനെ ജയിലിലടച്ചേക്കാണ്. ആഹാരം പോലും കൊടുക്കാതെ മൃഗീയമായി ഉപദ്രവിക്കുകയാണ്. അവരെ കൂടെയുള്ള കൂട്ടത്തുള്ള എല്ലാ പേരെയും ഓരോരുത്തരായിട്ട് പിടിച്ച് ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഹിന്ദുക്കളെ അടിച്ചമർക്കുകയാണ്. അവരെ വീട്ടിൽ കയറി അവരെ സ്ത്രീകളെയൊക്കെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയാണ്. മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം ബംഗ്ലാദേശിൽ അവിടെ അഴിഞ്ഞാടുകയാണ്. അതിനുവേണ്ടി പ്രതിഷേധിക്കാൻ ഒരൊറ്റ വ്യക്തികൾ കേരളത്തിലില്ല. ഇവിടെ വളരെ മഹാന്മാരുള്ള സ്ഥലമാണ് കേരളം. നമുക്കറിയാലോ, പാലസ്തീനിലും പാകിസ്ഥാനിലും ഹമാസിലും ഒക്കെ യുദ്ധവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വലിയ നീളത്തിനാണ് ഇവിടെയുള്ള ഭയങ്കര മഹാന്മാര് വന്ന് ചാനൽ വഴി ചർച്ച ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്നത്. പാലസ്തീനിലെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെയാണ് കോലം കത്തിക്കുന്നത്. പാലസ്തീനില് ഹമാസില് ആഹാരമില്ലെങ്കിൽ ഇവിടെയാണ് ജയ് വിളിക്കുന്നത്. ഹമാസിൽ ബോംബ് വീണാൽ ഇവിടെയാണ് കരച്ചിലും നെഞ്ചിലിടിയും. മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് പല മാധ്യമങ്ങളും വ്യക്തമായ കാര്യങ്ങൾ അവിടെ തരുന്നില്ല, വ്യക്തമായ ദൃശ്യം പോലും പുറത്തുവിടുന്നില്ല. ബംഗ്ലാദേശില് ഹൈന്ദവരുടെ ദേവാലയങ്ങളൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. എത്രയോ മാസങ്ങൾ കൊണ്ട് നടക്കുന്ന മൃഗീയമായ ഉപദ്രവമാണ്. ബംഗ്ലാദേശിന്റെ മുസ്ലിങ്ങളുടെ തീവ്രവാദം വളരെ മൃഗീയമായി കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സംസാരിക്കാൻ ആരുമില്ല. അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ ഹിന്ദുക്കളെ ആയിട്ടുള്ള മണ്ടന്മാരായി പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയ ആമാർക്ക് കൂട്ടിക്കൊടുക്കുന്ന കുറെ ഹിന്ദുക്കൾ പൊട്ടന്മാരുണ്ട്. അവര് പോലും കാണാതിരിക്കുകയാണ്, മനസ്സിലാക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് ഇതുപോലെയുള്ള വ്യക്തികൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാർ കൂടെ നിൽക്കുമ്പോൾ, അതിനെതിരെ കുട പിടിക്കാൻ വേണ്ടി കുറെ മണ്ടരായ ഹിന്ദുക്കളും കൂടെ നിൽക്കുമ്പോൾ അവര് ചവിട്ടുന്ന മണ്ണൊലിച്ചു പോവേണം. നമ്മളെ പോലൊരാളാണ്, നമ്മളെ പോലൊരു വിശ്വാസിയാണ് ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന വളരെ മൃഗീയമായുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാരമില്ല, വിദ്യാഭ്യാസമില്ല, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ അനുഭവിക്കുന്നത് നമ്മളെ പോലെയുള്ള വിശ്വാസികൾ. ഇസ്കോൺ എന്നുള്ള സംഘടന നിരോധിക്കണമെന്ന് അതിൻ്റെ ഇടയ്ക്ക് കുറെ തീവ്രവാദികൾ അലമുറയിട്ട് കരയാണ് ബംഗ്ലാദേശിൽ. ഇവിടെയുള്ള പല സിനിമാ നടന്മാരും പല സ്ഥലത്തും പ്രശ്നങ്ങൾ വരുമ്പോൾ എവർക്ക് വേണ്ടി സംസാരിക്കാൻ, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കുറെ അഭിപ്രായം പറയാൻ വേണ്ടി കുറെ ഉന്നവന്മാരുണ്ട്. മറ്റേ ഉമ്മമാരെന്ന് വിളിക്കാൻ പറ്റൂ, എനിക്കറിയാം, പേരൊക്കെ അറിയാം, എടുത്ത് പറയുന്നില്ല. അവന്മാരൊന്നും അത് കാണുന്നില്ലേ? ഒരൊറ്റ കമന്റ് പോലും ഇടുന്നില്ലല്ലോ ബംഗ്ലാദേശിനെ കുറിച്ച്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ഈ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച്, ഹൈന്ദവ ദേവാലയങ്ങൾ ഇടിച്ചു പൊളിക്കുന്നതിനെ കുറിച്ച്, അവരുടെ വീടുകൾ ആക്രമിക്കുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. എന്താ അവരുടെ വായിൽ ഒന്നും ഇല്ലേ? അതോ പഴം കയറിയിരിക്കുകയാണോ? മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി ഓരോ ഹിന്ദുക്കളും ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതേ അവസ്ഥ ഇന്ത്യയിൽ വരും. അധികം താമസിക്കണ്ട. തീവ്രവാദം വളർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരന്മാരും യുവമാരെ വളർത്തി ഒരിക്കൽ ഇതേപോലെ ഹിന്ദുക്കൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടാട്ട് നിന്ന് ഇത്രയും കാര്യങ്ങൾ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ പ്രതിഷേധിക്കുക, ഒന്നിക്കുക. മനസ്സിലാക്കുക. മുസ്ലിങ്ങൾക്കാണ് ഇത് വന്നിരുന്നുവെങ്കിൽ അവരെല്ലാം ഒന്നിച്ചു നിന്നെ, രാഷ്ട്രീയം നോക്കാറില്ല, ഒറ്റ മതക്കാരായിട്ട് നിന്നെ. അതുപോലെ നമുക്ക് സാധിക്കണം, ഹിന്ദുക്കൾക്ക് സാധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. എവിടെ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക്, ന്യൂനപക്ഷക്കാർക്ക്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പുതിയ വാർത്തയുമായി അനന്തപുരി ബ്ലോഗ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും.